സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് PM ശ്രീ പദ്ധതി. എന്താണ് ആ പദ്ധതി? നമ്മുടെ സ്കൂളുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ആ പദ്ധതി കൊണ്ടുവരുമെന്നൊക്കെ വളരെ പെട്ടെന്നൊന്ന് നോക്കാം. അതായത് രാജ്യത്തെ സ്കൂളുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. എത്ര സ്കൂളുകൾ ഇതിന്റെ ഭാഗമാകുമെന്ന് നോക്കുകയാണെങ്കിൽ 14,500 സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമിട്ടുള്ളതാണ് പ്രധാനമന്ത്രിയുടെ PM ശ്രീ പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരീക്ഷണശാലകളായി ഈ സ്കൂളുകൾ മാറുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ വാദത്തിലാണ് പല സംസ്ഥാനങ്ങളിലും ഇത് വിവാദമായത്. എതിർപ്പുന്നയിക്കുന്നവർ പല വാദങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ 13,070 സ്കൂളുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ തന്നെയുണ്ട്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളുമാണ് ഇതിൽ കൂടുതൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ. 5 വർഷത്തേക്കാണ് ഈ പദ്ധതി. അതിനുവേണ്ടിയുള്ള ചെലവ് 27,360 കോടി രൂപയുടെ പദ്ധതിയാണ്. അതായത് സ്കൂളുകൾ നവീകരിക്കാനുള്ള ചിലവുകൾ മൊത്തം പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാനവും വഹിക്കണം. സ്മാർട്ട് ക്ലാസ് മുറികൾ, അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ, ലാബ്, ലൈബ്രറി എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി RSS അജണ്ട എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന വിമർശനം. ഇതാണ് CPIയുടെ കടുത്ത എതിർപ്പിനും കാരണം. RSSന്റെ അജണ്ടകളെല്ലാം ദേശീയ പാഠ്യപദ്ധതിയിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്ന പ്രധാന വിമർശനം. ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് ഈ പദ്ധതിയിൽ നഷ്ടമുണ്ടാകരുത് എന്നാണ് CPMന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പദ്ധതി നടപ്പാക്കാമെന്ന് സംസ്ഥാന സർക്കാർ നിലപാട് അറിയിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ മുൻ നിലപാടിന് വിരുദ്ധമെന്നാണ് CPI വ്യക്തമാക്കുന്നത്.